അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് KPCCയുടെ വക്താവായിട്ടുള്ള നമ്മുടെ VD സതീശൻ ഈയിടെ ലാസ്റ്റ് ഡേ ഒരു പ്രസംഗം നടത്തുന്നുണ്ടായി. അതിലെന്തൊക്കെയാണ് പറഞ്ഞു വരുന്നത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, വീഡിയോ കണ്ടിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ചെയ്യുന്ന പ്രസ്ഥാനം UDFും കോൺഗ്രസുമാണ് എന്നുള്ള ബോധ്യം അവർക്കുണ്ടായി. വർഷങ്ങളായി CPMന്റെയും ഇടതുപക്ഷത്തിൻ്റെയും പ്രചാരകരായിരുന്ന ഇടതുപക്ഷ സഹയാത്രികർ ഈ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമിൽ ഉണ്ടാകും. വിസ്മയങ്ങളുണ്ടാകും. തെരഞ്ഞെടുപ്പിന് മുമ്പ് LDFിലും BJPയുടെ NDAയുടെ ഭാഗമായി നിൽക്കുന്ന പലരും നമ്മളോടൊപ്പം ഉണ്ടാകും. അതുമാത്രമല്ല, ഇൻഡിവിജ്വൽസ്, ഒപ്പീനിയൻ മേക്കേഴ്സ്, ഇൻഫ്ലുവൻസേഴ്സ് ഉൾപ്പെടെ ഒരു വലിയ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോം, കേരളം കണ്ട ഏറ്റവും മികച്ച ഒരു പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോം. വെറുതെ അല്ല 100 സീറ്റ് കടക്കുമെന്ന് പറഞ്ഞത്. ആ ഒരു പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോം UDFിന് ക്രിയേറ്റ് ചെയ്യാൻ ഒരു പരിധിവരെ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അടിത്തറ കുറെ കൂടി വിപുലമാക്കാൻ പറ്റും എന്നുള്ള ആത്മവിശ്വാസം കൊണ്ടാണ് 100 സീറ്റിൽ അധികം നേടി നമുക്ക് തിരിച്ചു വരാൻ കഴിയുമെന്ന് പറഞ്ഞു. നമ്മളെല്ലാവരും ഒരു മിനിറ്റ് വിശ്രമിക്കാൻ, നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ നിറങ്ങുമ്പോൾ നമ്മുടെ സതീഷ് പറയുന്നത് മൊത്തത്തിലൊരു ഓവർവ്യൂ തരാം. അതായത് അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ 100-ലധികം അല്ലെങ്കിൽ 100-നോടടുത്ത് സീറ്റ് നേടുന്നതാണ് UDF എന്ന മുന്നണി. 100-നടുത്ത് സീറ്റ് നേടുന്നതാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ UDF LDF പോലെയല്ല, ഒരുപാട് യൂണിറ്റിയോടെ നിൽക്കുന്ന ഒരുപാട് പാർട്ടികൾ ചേർന്ന ഒരു മുന്നണിയാണെന്നാണ് പറഞ്ഞു വെക്കുന്നത്. അതുപോലെ തന്നെ ഒരുപാട് വിമർശിക്കുന്നുണ്ട് LDFനെ, ഇടതുപക്ഷത്തിന്. അതുപോലെ തന്നെ വേറെ കുറേ കാര്യങ്ങളും പറഞ്ഞു വെക്കുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ട് ഈ 100 സീറ്റ് നേടുന്നതാണ് പറയുന്നത് നെക്സ്റ്റ് ഇലക്ഷനിൽ, അതായത് അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ. അല്പം എക്സാജറേറ്റാണ് കണക്ക്. കാരണം നമ്മളിപ്പോൾ കണ്ട ഇലക്ഷനിൽ ഒരു ഭരണവിരുദ്ധ ഒരു വേവ് അങ്ങോട്ട് ഉണ്ടെന്ന് പൂർണ്ണമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. എത്രത്തോളം ഭരണവിരുദ്ധത ഈ ഇലക്ഷനിൽ പ്രകടമായിട്ട് കാണാമെന്ന് നമ്മൾ വിചാരിച്ചു, അതിനേക്കാൾ കുറവാണ് സംഭവിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും കോൺഗ്രസ്സിന് കൂടുതൽ വോട്ട് കിട്ടിയിട്ടുണ്ട്, കൂടുതൽ സീറ്റ് നേടാൻ പറ്റിയിട്ടുണ്ട് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ. പക്ഷേ അതൊരു LDFിൻ്റെ ഒരു ശക്തമായിട്ടുള്ള ഒരു ഡൗൺഫോൾ അല്ലെങ്കിൽ ഭരണവിരുദ്ധമായിട്ടുള്ള ഒരു അലയടിച്ചു കേരളം മൊത്തത്തിൽ എന്ന് പറയാൻ സാധിക്കില്ല. കാരണം ശക്തമായിട്ടുള്ള സ്ഥലങ്ങളിൽ അപ്പോഴും വോട്ട് ശതമാനം അതേപോലെ നിലനിർത്തിയിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും വോട്ട് ശതമാനം കുറയുകയുണ്ടായി, വോട്ടിൻ്റെ എണ്ണം കുറയുകയുണ്ടായി, പക്ഷേ വോട്ട് ശതമാനം കറക്റ്റായിട്ട് നിലനിർത്താൻ പറ്റിയിട്ടുമുണ്ട്. പിന്നെ പറഞ്ഞു വരുന്നത് കോൺഗ്രസിൻ്റെ ഈ ഒരു UDFിൻ്റെ ഈ ഒരു നിലപാട് അല്ലെങ്കിൽ ഓവർ കോൺഫിഡൻസിനെ കുറിച്ചാണ്. ഇപ്പോൾ നിലവിൽ അവരൊരു നല്ല പൊസിഷനിലാണ് നിൽക്കുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ അവർ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇനി കൂടുതൽ റിസ്ക്കോ പ്രശ്നങ്ങളോ വരുത്താതെ നല്ലൊരു നേതൃസ്ഥാനത്തിലുള്ളവർ നല്ല രീതിയിൽ നയിക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ നമ്മുടെ സതീഷ് ജി തന്നെ പറഞ്ഞ സ്ഥിതിക്ക് ഒരുപാട് പാർട്ടീസിനെ ലീഡർഷിപ്പിൽ കൊണ്ടുപോകേണ്ട നേതൃത്വം ഇപ്പോൾ കോൺഗ്രസ്സിനാണുള്ളത്. പല പാർട്ടികളും ഇപ്പോൾ മുന്നണിയിലുണ്ട്. അപ്പോൾ അവരെല്ലാം ഏകീകരിച്ച് കൊണ്ടുപോകേണ്ട ഒരു ലീഡർഷിപ്പായിട്ടുള്ള ഡ്യൂട്ടി ഇപ്പോൾ കോൺഗ്രസ്സിനുണ്ട്. അതുമാത്രമല്ല, ഒരുപാട് ലീഡേഴ്സ് ഉണ്ട്, ഒരുപാട് പാർട്ടീസ് ഉണ്ട്. അവർക്കെല്ലാം ഭരണം കിട്ടിക്കഴിഞ്ഞാലുള്ള സ്ഥിതി വേറെയാണ്. പക്ഷേ അതിനു മുമ്പായിട്ട് സീറ്റ് എവിടെ മത്സരിക്കണം എന്നുള്ള സീറ്റ് നിശ്ചയിക്കുന്നതും മത്സരിക്കാൻ ഏതേത് പാർട്ടിക്ക് എത്ര സീറ്റ് കൊടുക്കണം എന്നുള്ളത് വരെ തർക്കത്തിന് ഇടയാക്കാവുന്ന വിഷയങ്ങളാണ്. അപ്പോൾ ഈ ഒരു 100 സീറ്റ് കിട്ടുന്നുള്ള ഈ ഓവർ കോൺഫിഡൻസ് പറയുന്നതിന് മുമ്പായിട്ട് എന്തൊക്കെയാണ് റിസ്ക് എലമെൻറ്റ്സ്, എന്തൊക്കെയാണ് ആ റിസ്ക് എങ്ങനെയൊക്കെയാണ് ഇല്ലാതാക്കാൻ പറ്റുക, അല്ലെങ്കിൽ റിസ്കിലേക്ക് ഇപ്പോൾ നമ്മൾ കോൺഗ്രസ്സിലെ യുവ നേതാക്കളെയൊക്കെ കണ്ടതാണ് എങ്ങനെയാണ് ഓരോ റിസ്കിൽ ചെന്ന് ചാടുന്നത്. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ, സിറ്റുവേഷൻസൊക്കെ എങ്ങനെയാണ് അവോയ്ഡ് ചെയ്യാൻ പറ്റുകയെന്നാണ് നേതാവ് എന്ന രീതിയിൽ അവർ കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഓക്കെ, പിന്നെ എനിക്ക് വ്യക്തിപരമായിട്ട് ഒരു സംശയം കൂടിയുണ്ട്. ഈ മറ്റു പാർട്ടികളൊക്കെ ഇൻക്ലൂഡ് ചെയ്തു എന്ന് പറയുമ്പോൾ ഈ SDPI പോലുള്ള പാർട്ടികൾ അവരുടെ കൂടെ ഉണ്ടെന്ന് ഓർക്കണം. ഞാൻ തെറ്റാണ് പറയുന്നത്, അല്ലെങ്കിൽ എൻ്റെ ഭാഗത്തുനിന്ന് തെറ്റുണ്ട് പറഞ്ഞാൽ കമൻറ്റിൽ മെൻഷൻ ചെയ്യൂ. എൻ്റെ അറിവിൽ SDPIയും ഇപ്പോൾ UDFിൻ്റെ സഖ്യത്തിൽ തന്നെയാണുള്ളത്. അവരെപ്പോലൊരു വർഗീയ പാർട്ടിയെ എല്ലാ സമയത്തും BJP വർഗീയ പാർട്ടി എന്ന്
മുദ്ര കുത്തുന്ന ഈ UDF എന്തുകൊണ്ടാണ് SDPIനെ സ്വന്തമായിട്ടുള്ള മുന്നണിയിൽ ചേർത്തെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവരുടെ മിഷൻ 2040 2047 നിങ്ങൾക്ക് എടുത്തു നോക്കിയാൽ അവരുടെ ഹിസ്റ്ററിയൊക്കെ മനസ്സിലാക്കാൻ പറ്റും. പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കപ്പെട്ടു, ഇന്ത്യയിൽ ബാൻ ചെയ്തിരിക്കുകയാണ് ഇന്ത്യൻ ഗവൺമെൻറ്. പോപ്പുലർ ഫ്രണ്ടും SDPIയും വലിയ വ്യത്യാസമൊന്നും ഇല്ല എന്നാണ് എൻ്റെ പേഴ്സണലായിട്ട് അഭിപ്രായം. നിങ്ങൾ അവരുടെ ഹിസ്റ്ററിയൊക്കെ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. അവരെ എന്ത് അർത്ഥത്തിലാണ് ഇവർ സഖ്യത്തിൽ ചേർത്തിരിക്കുന്നതെന്ന് എനിക്കറിയില്ല. അത് നിങ്ങൾ ജനങ്ങളും കൂടി ഒന്ന് ചിന്തിക്കുക. ഓക്കെ, അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, കോൺഗ്രസ് ലീഡേഴ്സിന് ഇനിയാണ് കുറച്ചുകൂടി കെയർഫുള്ളായിരിക്കേണ്ട രീതി. കാരണം ഒരു ഭരണവിരുദ്ധ ഒരു നിലപാട് അല്ലെങ്കിൽ ഭരണവിരുദ്ധ ഒരു മനോഗതി ആൾക്കാരുടെ ഉള്ളിലേക്ക് കൊണ്ടുവരാൻ പറ്റിയൊരു അവസരമാണ്. ശബരിമല കേസായിക്കോട്ടെ, ബാക്കി ഒരുപാട് അഴിമതി കേസുകളായിക്കോട്ടെ, ഒരുപാട് കേസുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എങ്ങനെ ഇവർ ഈ ഓപ്പർച്യൂണിറ്റീനെ നല്ല രീതിയിൽ യൂസ് ചെയ്യുന്നു കണ്ടറിയാം. ഓക്കെ, അടുത്ത വീഡിയോ എന്ത് വേണമെന്ന് കമൻറ്റിൽ മെൻഷൻ ചെയ്യൂ. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഓക്കെ, ബൈ.